എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. കോട്ടക്കൽ നഗരസഭയിൽ ബുഷ്ര ഷബീർ രാജിവെച്ച ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 22 നടക്കും. നഗരസഭയിലെ ഈസ്റ്റ് വില്ലൂർ, ചുണ്ട എന്നീ 2 വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ലീഗിലെ ഷാഹില സജാസ് കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി മുടങ്ങിയതിനാൽ അയോഗ്യത നേരിട്ട സാഹചര്യത്തിലാണ് ചുണ്ട വാർഡിൽ തെരഞ്ഞെടുപ്പ് കളമൊരുങ്ങിയത്. കോട്ടക്കൽ നഗരസഭയിലെ 2 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെയാണ് കോട്ടക്കൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്നത്. ഈസ്റ്റ് വില്ലൂർ, ചുണ്ട വാർഡുകളിലാണ് ഫെബ്രുവരി 22-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ദിവസം നിലവിൽ വന്നു. നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തിനൊപ്പം ബുഷ്ര ഷബീർ കൗൺസിൽ സ്ഥാനവും രാജിവെച്ചതോടെയാണ് ഈസ്റ്റ് വില്ലൂർ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ലീഗിലെ ഷാഹില സജാസ് കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി വരാത്തതിനെ തുടർന്ന് അയോഗ്യത നേരിട്ട സാഹചര്യത്തിലാണ് ചുണ്ട വാർഡിൽ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നത്. 2 വാർഡുകളിലും ലീഗിന് മേൽക്കോയ്മ ഉള്ളവയാണ്. തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ഭരണമാറ്റത്തിന് സാധ്യതയില്ലെങ്കിലും ഭരണസമിതിയിലും ലീഗ് കമ്മിറ്റികളിലും അടുത്തിടെയുണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. നഗരസഭാ അധ്യക്ഷ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകളിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച ലീഗ് വിമതർ CPM പിന്തുണയോടെ ഭരണം പിടിച്ചിരുന്നു. തുടർന്ന് സംസ്ഥാന നേതൃത്വം ഇടപെട്ട ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിട്ടു. സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണിയുടെ നേതൃത്വത്തിലുള്ള അഡ്ഹോക് കമ്മിറ്റിക്കാണ് ഇപ്പോൾ ചുമതല. പിന്നീട് ഔദ്യോഗിക പക്ഷവും വിമതപക്ഷവും ഒന്നിക്കുകയും ഡോക്ടർ കെ ഹനീഷയെയും ചരട് മുഹമ്മദ് അലിയെയും അധ്യക്ഷയായും ഉപാധ്യക്ഷയായും തെരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ ഐക്യം പൂർണ്ണമില്ലെന്ന അഭിപ്രായമാണ് പ്രവർത്തകർക്കുള്ളത്. ഉപതെരഞ്ഞെടുപ്പിന് 5 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 8-ാം തീയതിയാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി.